Good morning, students. Another problem is find the unit normal to the surface xy plus xz plus yz is equal to at -1, 2, 3. Unit normal to the surface കണ്ടുപിടിക്കണം. ഈ del f എന്ന് പറയുന്നത് del f is normal to the surface fxyz. But fxyz is equal to c. fxyz. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് നോർമൽ ഒരു സർഫസ് ആണ് കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഫോർമുല ഇതാണ് del f divided by modulus of ഇതാണ് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം del f കണ്ടുപിടിക്കണം. del f കണ്ടുപിടിക്കാൻ നോർമൽ ടു സർഫസ് അറ്റ് -1, 2, 3 കണ്ടുപിടിക്കണമെങ്കിൽ del f divided by modulus of del f. അപ്പൊ ആദ്യം del f കണ്ടുപിടിക്കണം. del f കണ്ടുപിടിക്കാനുള്ള ഫോർമുല I into dou f by dou x plus j into dou f by dou y plus k into dou f by dou z. ഇതാണ് നമുക്ക് del f ന്റെ ഫോർമുല ഇതാണ്. I into ഇവിടെ f എന്ന് പറയുന്നത് എന്താണ്? xy plus xz plus yz minus ഇതാണ് നമ്മുടെ x എന്ന് പറയുന്നത്. x എന്ന് പറയുന്നത് എന്താണ്? xy plus xz plus yz ഇതാണ് നമ്മുടെ f x y z. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഫംഗ്ഷൻ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്നത് y പ്ലസ് x സെറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടാൻ നമുക്ക് z കിട്ടും. അപ്പോ xy പ്ലസ് xz പ്ലസ് yz നെ xy നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടി. xz നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z പ്ലസ് j dou f by dou y ഇതിനെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം x പിന്നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z പ്ലസ് k ഇതിനെ നമ്മൾ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈമിൽ z ഇല്ല, അത് പോകും. രണ്ടാമത്തെ xz നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാം? x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും, y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം del f കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോർമുല I into dou f by dou x, j into dou f by dou y plus k into dou f by dou z. ഇവിടെ fx y z എന്ന് പറഞ്ഞാൽ എന്താണ്? xy plus xz plus yz is equal to അല്ലെങ്കിൽ xy plus xz plus yz minus c is നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ dou f by dou x ആണെങ്കിൽ ഈ ഇക്വേഷനെ ആദ്യം x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ x y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y, xz നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z. അപ്പൊ y പ്ലസ് രണ്ടാമത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x വരും, ഇവിടെ y സെറ്റിനെ z. മൂന്നാമത്തെ കേസിൽ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യത്തെ കേസിൽ x വരും, dou f by dou z ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ 0 ആയി പോകും. ഈ x സെറ്റിനെ ചെയ്യുമ്പോൾ x വരും, y സെറ്റിനെ ചെയ്യുമ്പോൾ y. ഇനി നമ്മൾ എന്ത് ചെയ്യണം? del f അറ്റ് പോയിന്റ് എത്രയാണ്? -1, 2, 3 ആണ്. ഇതിലെ x നും y നും വെച്ചിട്ടും -1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ y ക്ക് വരെ എന്ത് കൊടുത്തു? 2 കൊടുക്കുക, z ന് വരെ എന്ത് കൊടുക്കുക? 3. ശരി, x ന് വരെ എന്ത് കൊടുക്കണം? -1, z ന് വരെ എന്ത് കൊടുക്കണം? 3 പ്ലസ് k. ഇവിടെ x ന് വരെ എന്ത് കൊടുക്കണം? -1 പ്ലസ് y ക്ക് വരെ എന്ത് കൊടുക്കണം? അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 × 2 5 ആയി. രണ്ടാമത്തേക്ക് നമുക്ക് പ്ലസ് 2j, മൂന്നാമത്തേക്ക് നമുക്ക് -1 പ്ലസ്. അപ്പൊ del f അറ്റ് -1, 2, 3 കിട്ടുന്ന വാല്യൂ എത്രയാണ്? 5i പ്ലസ് 2j പ്ലസ് k. 5i പ്ലസ് 2j പ്ലസ് 2k. നമുക്ക് കണ്ടുപിടിക്കുന്നത് യൂണിറ്റ് നോർമൽ ടു സർഫസ് അറ്റ് -1, 2, 3 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 5i പ്ലസ് 2j പ്ലസ് k അതിന് എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? മോഡുലസ് ഓഫ്, അതായത് ഇതിന്റെ മോഡുലസ് എടുക്കണം. അതായത് 5i പ്ലസ് 2j പ്ലസ് k യുടെ മോഡുലസ് എന്താണ്? √25 പ്ലസ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5i പ്ലസ് 2j പ്ലസ് k ഡിവൈഡഡ് ബൈ റൂട്ട്
ഇതാണ് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് അറ്റ് -1, 2, 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 5y + 2j + k ഡിവൈഡഡ് ബൈ √3. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. യൂണിറ്റ് നോർമൽ ടു സർഫസ് എന്താണ് ഫോർമുല? del f ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് del f. del f കാണുന്നത് എങ്ങനെയാണ്? del f കാണാനായിട്ട് i into dou x, j into dou y, k into dou f. ഇതിൽ f നമുക്ക് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ഫംഗ്ഷനെ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, then y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, then z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആഫ്റ്റർ ദ ഡിഫറൻഷിയേഷൻ we substitute the point -1, 2, 3. -1, 2, 3 എന്നുള്ള പോയിന്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ del f at -1, 2, 3 ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 5y + 2j + k ആണ്. അത് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? √30 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 5y + 2j + k ഡിവൈഡഡ് ബൈ √30.